നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ. അവർക്ക് നിങ്ങളോടുള്ളത് അത്രയും യഥാർത്ഥമായിട്ടുള്ളൊരു പ്രണയമാണ്. നിങ്ങളെ വിവാഹം കഴിക്കാനായിട്ട്, നിങ്ങളോട് ഒരുമിച്ച് സന്തോഷകരമായിട്ടുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സൺ എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായിരിക്കാമെങ്കിലും നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിലുള്ള റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒത്തിരി യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം. എസ്പെഷ്യലി റെയിൻബോസ് ആയിട്ടോ അല്ലെങ്കിൽ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് ആയിട്ടോ ഫെതേഴ്സ് ആയിട്ടോ ഒക്കെ നിങ്ങൾ പലതരത്തിലെ യൂണിവേഴ്സൽ സയൻസ് കാണുന്നുണ്ടാവാം. അതെല്ലാം ഈ പേഴ്സണ് നിങ്ങളോടുള്ള പ്രണയത്തെ അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു മാറ്റത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നുള്ള കാര്യമാണ്. ആ ഒരു അവേക്കനിങ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, തിരിച്ചറിവ് ഉണ്ടാവാണ്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒരു അവയർനെസ് ഉണ്ടാവാണ്. ഓക്കെ, എത്രത്തോളമാണ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത് മീൻസ് അവർക്ക് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് അത്രയധികം അവർ ആഗ്രഹിക്കുകയാണ്. ഓരോ നിമിഷവും അവർ വെയിറ്റ് ചെയ്യാണ്. ഓരോ നിമിഷങ്ങളും ഓരോ മണിക്കൂറുകളും ഒക്കെ എണ്ണി അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പ്രണയം അത്രമാത്രം ആഴമേറിയ ഒന്നാണ്. അത്രത്തോളമാണ് ആ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് ക്ലിങ് ചെയ്ത് പോകാണ്ടിരിക്കുക. ആ ഒരു സോണിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്ക് ഇവിടെ ലഭിക്കുകയാണ്. ഓക്കെ. ഓക്കെ, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എത്രത്തോളമാണ് മിസ് ചെയ്യുന്നത്? ഓക്കെ, ഡെഫിനറ്റ്ലി അവര് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് അവർ ഒത്തിരി വാല്യൂ കൊടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു അവസരം കൂടി നിങ്ങൾ നൽകുമോ എന്നവർ ചിന്തിച്ച് പോവാണ്. ആ ഒരു രീതിയിലൊക്കെ അവർ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും എഫേർട്ട് എടുക്കാൻ അവർ തയ്യാറാണ്. ആൻഡ് യെസ്, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ പോലെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകുമെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ എന്തൊക്കെ ഒപ്പോസിഷൻസ് ആണോ നിങ്ങൾ രണ്ടുപേരും ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രയും ഒബ്സ്റ്റക്കിൾസ് തടസ്സങ്ങളൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷൻ കൂടുതൽ പേർക്കും ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം. അത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു സോൾ ബോണ്ടിങ് ഉള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് റീകൺസൈൽ ചെയ്യാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അത്രയും ആഴമേറിയ ഒരു കണക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യാണ്. ഓരോ നിമിഷവും നിങ്ങളില്ലാത്ത ഓരോ നിമിഷവും അവർക്ക് അവരുടെ ലൈഫിൽ ഒരു എംപ്റ്റിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ നിമിഷത്തിൽ ഒരു മാറ്റം സംഭവിക്കണമെന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അവർ നിങ്ങളിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾ അറിയാതെ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ആയിട്ട് സ്നേഹിക്കുന്നുണ്ട്. അത്രയും സീക്രട്ട് ആയിട്ടുള്ള ഒരു പ്രണയം അവരുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ആ ഒരു സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണമെന്നും ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മൊമെന്റിൽ തന്നെ അവർ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം അത്രമാത്രമാണ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത്. ഇനി ഒരു നിമിഷം പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് അവർ തയ്യാറല്ല. ഓക്കെ, ഐ വോണ്ട് ടു ടെൽ യു സംതിങ്. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ തുറന്നു പറയാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലെറ്റ് യു നോ ഐ ആം തിങ്കിങ് ഓഫ് യു റൈറ്റ് നൗ. ലോട്ട്സ് ഓഫ് ഫീലിങ്സ് ഫ്രം മൈ ഹാർട്ട്. ഓക്കെ, ഇപ്പോൾ ഈ നിമിഷത്തിൽ അവർ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്നതോടൊപ്പം തന്നെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്കായിട്ട് ഒത്തിരി ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, ഐ എം സ്റ്റക്ക് ഇൻ മൈ ലൈഫ് വിത്ത് മൈ റെസ്പോൺസിബിലിറ്റീസ്. അവരുടെ ലൈഫിൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള വ്യക്തിയാണ്. ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ സിറ്റുവേഷനിൽ സ്റ്റക്ക് ആയി പോയത് എന്ന് നിങ്ങളോട് പറയുകയാണ്. ആൻഡ് ഐ മിസ് യു. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ദെൻ
ഐ എം മിസ്സിങ് യുവർ ലവ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഓരോ മെസ്സേജസിലൂടെയും നമുക്ക് മനസ്സിലാവുന്നത് അവർ നിങ്ങളെ അത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. ആൻഡ് നിങ്ങളുടെ പ്രണയമാണ് അവരിപ്പോൾ മിസ് ചെയ്യുന്നത്. ഐ കാൺ ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷൻ ഇനിയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല. ആൻഡ് ദ ഡേ ഐ ഹാവ് ലെറ്റ് യു ഗോ വാസ് ദ ഹാർഡസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. ഓക്കെ, അവരുടെ ലൈഫിൽ നിന്നും അവർക്ക് നിങ്ങളെ നഷ്ടമായ ദിവസമാണ് അത്രയും അവർക്ക് വേദനാജനകമായിട്ടുള്ള ഒരു ദിവസമായിട്ട് അവർ കാണുന്നത്. ആൻഡ് ഐ കാൺ ഫേസ് യു റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ പോലും കഴിയുന്നില്ല. അത്രയും മാത്രം അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് us ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. ഓക്കെ, അവർക്ക് ഒരു പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുമെന്നുള്ളത്. അത്രമാത്രം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ അവരെ അറിയുന്നതിനേക്കാളേറെ പ്രണയം അവരുടെ ഉള്ളിൽ നിങ്ങൾക്കായിട്ടുണ്ട്. ഐ ലവ് യു, ഐ കാൺട്ട് മൂവ് ഓൺ. ഓക്കെ, അവർ നിങ്ങളെ അത്രമാത്രം പ്രണയിക്കുകയാണ്. ഒരിക്കലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയില്ല. ഓക്കെ, ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ്. നിങ്ങളെ നഷ്ടമായ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഓക്കെ, അവർക്ക് അവരുടേതായ പ്രോബ്ലംസ് ലൈഫിൽ അവർ ഒത്തിരി ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്. പക്ഷെ ഒരിക്കൽ പോലും അവർ നിങ്ങളോട് ഒരു കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടില്ല. ഐ എം മിസ്സിങ് യു സോ മച്ച് റൈറ്റ് നൗ. ഐ വിഷ് യു കുഡ് ഹിയർ ബിസൈഡ് മീ. ഐ മിസ് യു, മിസ് യു, മിസ് യു. ഈ ഒരു മെസ്സേജിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അവർ നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അത്രമാത്രം അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാണ്. ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഫൈനലി ഐ എം കമ്മിങ് ടു ഗെറ്റ് യു. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു പ്രോമിസ് ആണ് നൽകുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജസ് ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ലെറ്റർ എസ് 33, ഇതൊരു ഏജ് ആയിരിക്കാം. 29, ലെറ്റർ ബി 25, ഇത്തിരി ക്ലോസ് ഉണ്ട്. സെൽഫ് എംപ്ലോയി, സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. ജനുവരി മന്ത്, ഡിസംബർ, ലെറ്റർ ജി, നമ്പർ 12, 8, ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. 11 ആൻഡ് ഫൈനലി മെയ് മന്ത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ്.